പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പകലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും സഹകരണത്തിനുമൊക്കെ നന്ദിയുള്ളവളായിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് കർത്താവിനൊരു വലിയ പദ്ധതിയുണ്ട്. ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് നിങ്ങൾ കേട്ടാലും നിങ്ങൾ തകർന്നു പോകത്തില്ല, നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. അതുകൊണ്ട് ആ തിരുവചനം പറയുന്നത്, അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. ഇത്രയും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിച്ചില്ലേ? ആ തകർച്ചയിലും ആ വേദനയിലും ആ പ്രതിസന്ധിയിലുമൊക്കെ കർത്താവ് നിങ്ങളെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കരം നീട്ടിയില്ലേ? ഞാൻ ഇങ്ങനെ ഒരുങ്ങി തീരാനാണോ എൻ്റെ വിധി? എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഇങ്ങനെ അവസാനിക്കത്തേ ഉള്ളെന്ന് ചിന്തിക്കുന്നവരോടാണ് ഈ പകൽക്കാലത്തെ മെസ്സേജ്. നാം തകർന്നതും ഉടഞ്ഞതും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനാണെങ്കിൽ ഇന്ന് പകല് നമ്മൾ ചിന്തിക്കണം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സന്തോഷമല്ലേ? നമുക്ക് മുമ്പേ ഒരാൾ ഉടയപ്പെട്ടിട്ടുണ്ട്, തകർന്നിട്ടുണ്ട്, നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്. അതല്ലേ ഇന്ന് നമ്മുടെ അനുഗ്രഹം? ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. പുഴയിൽ നിന്നും 2 പാത്രത്തിൽ വെള്ളം കോരണം. ഒരു പാത്രം നല്ലതാ, മറ്റേ പാത്രം പഴയത് ഓട്ടയുള്ള പാത്രവും. അതുകൊണ്ട് നല്ല പാത്രം ഓട്ടയുള്ള പാത്രത്തിൽ നോക്കി എപ്പോഴും കളിയാക്കും. എന്നെ കണ്ടോ, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് എന്തൊരു ഗ്ലാമറാ, എന്നെ കണ്ട നല്ല സൗന്ദര്യമാണ്, നിന്നെ കണ്ടോ ഒന്നിനും കൊള്ളത്തില്ല. ഒട്ടും വെള്ളം ആ പാത്രത്തിലില്ല. ഓട്ടയ്ക്കകത്തൂടെ മൊത്തം പാത്രം താഴേക്ക് പോവാം. എന്നാൽ ഒരു കയ്യിലെ വെള്ളം ഈ ശകലം പോലും താഴേക്ക് പോകത്തില്ല. ആ വെള്ളത്തിന്, ആ പാത്രത്തിന് യാതൊരു കുഴപ്പവുമില്ല, കാണാൻ സൗന്ദര്യമുണ്ട്, എല്ലാവരും ആ പാത്രത്തെ നോക്കും. അപ്പോൾ ഈ പഴയ പാത്രം പറഞ്ഞു, എന്നെ അങ്ങ് ഒഴിവാക്ക്, എന്നിട്ട് മറ്റൊരു നല്ല പാത്രം കൂടെ വാങ്ങിക്കൂടെ, എന്നെ ഒന്നിനും കൊള്ളത്തില്ല. അപ്പോൾ ഈ നല്ല പാത്രം ഒരുപാട് പരിഹാസങ്ങളൊക്കെ മറ്റുള്ള പാത്രത്തെ നോക്കി പറഞ്ഞു. പലതവണ ഇത് കേട്ടപ്പോൾ ഒരു ദിവസം പറഞ്ഞു, വെള്ളം കോരിക്കൊണ്ട് പോകുമ്പോൾ 2 കൈയിലും കോരിക്കൊണ്ട് വെള്ളം കൊണ്ടുപോകുമ്പോൾ ഓട്ടയുള്ള പാത്രത്തിലെ വെള്ളം മൊത്തം തീരും, മറ്റേ പാത്രത്തിലെ വെള്ളം ഒരു ശകലം പോലും തീരത്തില്ല. എന്നാൽ നീ കടന്നുപോയ ആ വഴി നോക്ക്, നിന്റെ ഓട്ടയുള്ള പാത്രം പിടിച്ചുകൊണ്ട് പോയ ആ വഴി നോക്ക്. ആ വഴിയിൽ എത്ര നല്ല നല്ല പച്ചപ്പുള്ള പുല്ലുകളാ നിൽക്കുന്നേ, മനോഹരമായ പൂക്കളാ നിൽക്കുന്നേ. എന്നാൽ എത്ര മനോഹരമെന്നും ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞ ആ സൗന്ദര്യമുള്ള പാത്രം പോയ വഴി നോക്കിക്കേ. വെള്ളം കോരുന്ന ആള് പറയുക, നീ അതിൻ്റെ ഓട്ടയാണെങ്കിലും വെള്ളം പോകുന്നുവെന്നും പഴയതാണെന്നും ഒക്കെ പറഞ്ഞ് ഞാനൊന്ന് മാറ്റിയിരുന്നെങ്കിൽ ഒരു പച്ചപ്പും ഇവിടെ കാണത്തില്ലായിരുന്നു, ഒരു നല്ല പുഷ്പം പോലും ഇവിടെ കാണത്തില്ലായിരുന്നു. ഇതുപോലെ നമ്മളും പൊട്ടി പാത്രങ്ങളായി മാറിയതല്ലേ പലരുടെയും അനുഗ്രഹത്തിന് കാരണം, പലരുടെയും ആശ്വാസത്തിന് കാരണം, പലരും ഇന്ന് നിലനിൽക്കുന്നതും, പലരുടെയും സമാധാനത്തിന് കാരണം, പലരും പച്ചയായി നിൽക്കുന്നതും. നമ്മൾ പലപ്പോഴും ഉരുകിയിട്ടല്ലേ നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ നമ്മൾ പലപ്പോഴും ഉരുകി തീർന്നിട്ടല്ലേ? നമ്മളന്ന് പൊട്ടിയ പാത്രം നടന്നുപോയ വഴികളൊക്കെ ദുർഘടമായിരുന്നു. നമ്മളന്ന് പാത്രം നടന്നു പോയപ്പോഴൊക്കെ പലരും കളിയാക്കി കാണും. എന്നാൽ ആ പാത്രം, ആ തകർന്നതല്ലേ, ആ വേദനിച്ചതല്ലേ, ആ നിന്ദിച്ചതല്ലേ, അതൊക്കെ മറ്റൊരാൾ ആശ്വസിക്കുന്നുണ്ടെങ്കിൽ, പച്ചയായിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ തകർന്നത് നമുക്കിന്ന് സന്തോഷിക്കല്ലേ? പലരുടെയും സന്തോഷത്തോടെ കഴിയുന്നതും നമ്മളന്ന് പൊട്ടിയ പാത്രത്തിൻ്റെ പ്രാർത്ഥനയായിരിക്കാം. നമുക്ക് വേണ്ടി ഒരിക്കൽ തകർന്നത് കൊണ്ടാണ് നമ്മളും ഇന്ന് പച്ചയായിരിക്കുന്നത്. തകർന്നതും മുറിയപ്പെട്ടതും ഒരിടവും ബാക്കിയില്ലാതെ തകർന്നതെല്ലാം നമുക്ക് വേണ്ടിയല്ലേ? നമ്മുടെ ജീവിതം പൊട്ടിയ പാത്രമായി തീർന്നത് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതിനും അവരെ ബലപ്പെടുത്തുന്നതിനും അവരെ ആശ്വസിപ്പിക്കുന്നതിനും കാരണമായെങ്കിൽ ഈ പകൽക്കാലവും നമ്മൾക്കതോർത്ത് സന്തോഷിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ ധൈര്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്